4 ഫ്രണ്ട്സ്, 2 EVകൾ, കേരളത്തിൻ്റെ 11 ജില്ലകൾ. ഒരു റോഡ് ട്രിപ്പാണ്, ഒന്നൊന്നര റോഡ് ട്രിപ്പ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ ഇന്ത്യക്കാരെ തന്നെ സ്വന്തം കമ്പനിയായ ടാറ്റയുടെ 2 EV. വെൽക്കം ടു ഹാഫ് ക്ലച്ച് മീഡിയ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. നമുക്കറിയാലോ, നമ്മുടെ സ്വന്തം കോഴിക്കോട്, എപ്പോഴും ആക്റ്റീവായിട്ടുള്ള, എപ്പോഴും ആൾക്കാരുള്ള, രാത്രി 3 മണിക്കൊരു ആൾക്കാരുള്ള നമ്മുടെ കോഴിക്കോടാണ്. നമ്മൾ ഇന്നലെ രാത്രി 2 വണ്ടിയും ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാസർഗോഡേക്കാണ്. പക്ഷേ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ പാരഗണിയിൽ നിന്ന് നല്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പയ്യെ ഇറങ്ങി നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ജില്ലയായ കണ്ണൂർ കയറുക. കണ്ണൂരിൽ ഈ പറഞ്ഞ പോലെ തന്നെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണിയുടെ ഇടയിലൂടെ എഴഞ്ഞ് നമ്മൾ എത്തിയത് കേരളത്തിലെ വണ്ടി ഓടിക്കുന്നവരുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ ഒരു നിധിയിലോട്ട് തന്നെ. ആ നിധിയാണ് മാഹി ബൈപ്പാസ്. നമ്മുടെ 2 ഗവൺമെൻറ്റുകളോട് ചേർന്ന് അഴിയൂർ തൊട്ട് മുഴപ്പിലങ്ങാട് വരെ 18.6 കിലോമീറ്ററിൽ 1300 കോടി മുടക്കിയാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബൈപ്പാസ് നിർമ്മിച്ചുകൊണ്ട് തന്നെ നേരത്തെ 1.5 മണിക്കൂർ എടുത്തിരുന്ന ട്രാവൽ ഇപ്പോൾ വെറും 15-20 മിനിറ്റ് കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഫുൾ കേരളം ഇതുപോലത്തെ ഒരു NH66 വന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആണെങ്കിൽ എന്ത് രസമായിരിക്കും. നമ്മൾ 2 ദിവസം കൊണ്ട് എടുത്ത് ഈ ട്രാവൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചായ കുടിക്കാൻ എറണാകുളത്ത് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ ബിരിയാണി കഴിക്കാൻ വേണ്ടി കോഴിക്കോട് പോകും. ഇന്നലെ വൈകിട്ടൊക്കെ നമ്മൾ ഈ 2 വണ്ടി നല്ല രീതിക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാനുള്ള റോഡ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ റോഡിൽ കൂടെ പോയപ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് ഈ 2 വണ്ടി മാക്സിമം ലിമിറ്റ് വരെ പുഷ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി നമ്മൾ കുറച്ച് പുൾസ് ആൻഡ് ട്രാക്സും ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ആണോ? അത് 150 ലിമിറ്റഡാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡുള്ള കാഞ്ഞങ്ങാടാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ EV ഓടിച്ച് വരികയാണ്. ഞാൻ BMK, പിന്നെ മനു, എൽദോ, അതുപോലെ കിരണുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 2 വണ്ടികളെയും ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് പഞ്ച് EVനെയും നെക്സോൺ EVനെയും ഒന്ന് കമ്പയർ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പഞ്ച് EV വെച്ച് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിരണിൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ. അവൻ്റെ ബാക്കിലിരിക്കുന്ന മനുവിന് ഇത്രയും ലെഗ് റൂമുണ്ട്, ഇത്രയും ഹെഡ് റൂമും ഉണ്ട്. അപ്പോൾ നമ്മുടെ എൽദോസിന് വരുന്നത് ഇത്രയും ലെഗ് റൂമും ഇത്രയും ഹെഡ് റൂമുമാണ്. അപ്പോൾ ബാക്കിൽ എങ്ങനെയുണ്ട്? കുറച്ച് കൺജസ്റ്റഡ് ആണ്. എന്നാലും അത് നമ്മൾ നെക്സോണിന് ഇതിലേക്ക് പഞ്ചിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. എന്നാലും ഓക്കെയാണ്. 3 പേര് വരുമ്പോൾ ഈ വണ്ടി കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. കയറാനിപ്പം കുറച്ചുകൂടിയും ഈസി പഞ്ചിലാണ്, കാരണം നെക്സോൺ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇഷ്യൂ. ഇത് നമ്മുടെ നെക്സോൺ EV ആണ്. അപ്പോൾ ആ സെയിം പൊസിഷനിൽ മനുവിനുള്ളത് ഇത്രയും ലെഗ് റൂമും ഇത്രയും ഹെഡ് റൂമുമാണ്. നമ്മുടെ എൽദോസിനുള്ളത് ഇത്രയും ലെഗ് റൂമാണ്. അപ്പോൾ പഞ്ചിൽ നിന്ന് വലിയ കാര്യത്തിനായിട്ടുള്ള വ്യത്യാസമില്ല, എന്നാലും കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചിനേക്കാൾ ഇതിൻ്റെ ഫ്ലോർ കുറച്ചുകൂടി പൊങ്ങിയിട്ടായിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കാല് ഇത്രയും പൊക്കത്തിൽ വെക്കുന്നതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് കിട്ടുന്നില്ല. തൈ സപ്പോർട്ട് കുറവാണ്.
പക്ഷേ ഓവറോൾ സ്പേസ് നമുക്ക് നെക്സോണിൽ കുറച്ച് ഫീൽ കൂടുതൽ തോന്നുന്നുണ്ട്. ഹെഡ്റൂം മാത്രമാണ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ പറയത്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട്. അതെ പറയത്തക്ക അഡ്വാൻറ്റേജ് ഇല്ല, കാരണം കൂടുതൽ ലെഗ് റൂം കിട്ടിയിട്ടില്ല അതിൽ. ഏകദേശം സിമിലറാണ്, പക്ഷേ ഹെഡ്റൂം കൂടുതലുണ്ട്. പിന്നെ ഇത് ഫസ്റ്റ് ജനറേഷൻ ഇ വി, അതായത് ടാക്ടയുടെ ആദ്യത്തെ മോഡൽ ഇ വിയുടെ ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഇതിനകത്തുള്ള ടെക്നിക്കലായിട്ടും ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു ചെറിയൊരു റെസ്പോൺസീവ് കുറവുണ്ട് കമ്പയർ ടു നമ്മുടെ 5 അത് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ പഞ്ച്. അപ്പോൾ ഇത് നമ്മുടെ പഞ്ച് ഇവിടെ ഇൻറ്റീരിയറാണ്. ഇവിടെ തോന്നിയ വ്യത്യാസം ഇതിന് വരുമ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻസ് ഒക്കെ കുറച്ചൊരു പ്ലാസ്റ്റിക് ഫീലാണ് നമുക്ക് തരുന്നത്. സോഫ്റ്റ്വെയർ ബേസ് പക്ഷേ എല്ലാ സെയിമാണ്. സോഫ്റ്റ്വെയർ ഉള്ളിൽ നമുക്ക് കാണുമ്പോൾ ഇത് സെയിം നെക്സോണിൻ്റെ ഒരു ഇൻറ്റീരിയർ ആയിട്ട് തന്നെ തോന്നുള്ളൂ, വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ ഞാൻ ഫേസ് ചെയ്തൊരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാ സ്വിച്ചസും ടച്ച് സെൻസിറ്റീവ് സ്വിച്ചസ് ആണ്. നമുക്കൊരു ഫീഡ്ബാക്ക് വരുന്നില്ല. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ആകെ 2 സ്വിച്ചാണ് നമുക്ക് ഒരു ഫീഡ്ബാക്ക് വരുന്ന സ്വിച്ചുകൾ, എ സിയുടെ 2 സ്വിച്ചുകൾ, ബട്ടൺസ്. ഇപ്പോൾ എ സി ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴേക്കും അബദ്ധത്തിൽ കൈ തട്ടി ഡ്രൈവ് ചെയ്യണതിനിടയ്ക്ക് നമ്മൾ കുറയ്ക്കുമ്പോഴേക്കും അബദ്ധത്തിൽ കൈ തട്ടി എ സി ഓഫ് ആവുന്നത്. ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വേറെ സ്വിച്ചസ് ഓട്ടോമാറ്റിക്കലി തട്ടി ഇതാവും. അപ്പോൾ നമ്മൾ ഡാഷ് ലെന്തിലൊക്കെ ഉള്ള സാധനം ഇടുമ്പോഴും ചിലപ്പോൾ കൈയൊക്കെ തട്ടി ഓരോ സ്വിച്ചസ് അവിടെ തട്ടുന്നുണ്ട്. അതൊരു ഭയങ്കര വലിയ ഇഷ്യൂ ആണ്. പക്ഷേ ഇവിടെ സ്വിച്ചസ് കുറവാണെങ്കിലും സ്റ്റിയറിംഗ് ആണ് ആവശ്യത്തിൽ കൂടുതൽ സ്വിച്ച് സ്റ്റിയറിംഗ്. അതെ, ഇത് നമുക്ക് വണ്ടിയുടെ പെർഫോമൻസും ഹാൻഡ്ലിങ്ങിനെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ എന്താണ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് തോന്നിയ കാര്യം? ഹാൻഡ്ലിങ് ഏകദേശം 2 വണ്ടിയും അടിപൊളിയാണ്. ബട്ട് നെക്സൺ കുറച്ചുകൂടി ബോഡി റോൾ ഉണ്ട് വണ്ടിക്ക്. പഞ്ചിന് അത്രയും ബോഡി റോൾ ഇല്ല. മേ ബി ഒരു ടോളർ വണ്ടിയാണ്, പിന്നെ പഞ്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ടോളർ വണ്ടിയാണ്. അത് ഏകദേശം സിമിലർ പവറാണ് രണ്ടും, പക്ഷേ ടോപ്പ് എൻഡ് വരുമ്പോൾ നെക്സൺ ആണ് കയറി പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നെക്സോൺ 140 bhp ഉണ്ട്, പഞ്ച് 120 bhp ഉണ്ട്. നെക്സോൺ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ നെക്സോന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് പവർ ടു വെയിറ്റ് റേഷ്യോ ഏകദേശം സിമിലർ ആണെന്ന് തോന്നുന്നത്. അതുകൂടി ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. ബേസിക്കലി സെയിം മോട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇത് 140 bhp ഇത് 120 bhp ആണ്. സെയിം മോട്ടറാണ്, പക്ഷേ D2 കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുഷ് ചെയ്ത് ഓടിക്കാൻ കുറച്ചൊരു ബെറ്റർ ആയിട്ട് തോന്നിയത് പഞ്ചാണ്. പഞ്ച് എത്ര ഹാർഡായിട്ടുള്ള കോർണർ ആണെങ്കിലും കമ്പയർ ടു നെക്സോൺ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ റീജനറേഷൻ ഫീച്ചർ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു പഞ്ചായിരിക്കും അല്ലേ? പഞ്ച് കുറച്ച് റെസ്പോൺസ് വേ മോർ ഫാസ്റ്റ് ആണ് റെസ്പോൺസ്. അപ്പോൾ ഇനി നമുക്ക് റേഞ്ചിനെ കുറിച്ച് പറയാം. നമ്മളിപ്പോൾ ഒരു 200 കിലോമീറ്ററൊക്കെ സ്ട്രെച്ച് ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ പഞ്ചിലൊരു 28% ഉണ്ടെങ്കിൽ നെക്സോണിൽ ഒരു 30 അല്ലെങ്കിൽ 31% ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറയത്തക്ക ഡിഫറൻസ് ഇല്ലെങ്കിൽ ഒരു 10 to 12 കിലോമീറ്റേഴ്സ് ആണ് ഒരു 200 കിലോമീറ്റർ സ്ട്രെച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഡിഫറൻസ്. പിന്നെ ആദ്യത്തൊരു 30% ട്രെയിനാണ് വരെ ഓൾമോസ്റ്റ് 1% 2% വ്യത്യാസം വന്നോളൂ. പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ സൈസ് കുറച്ചും കൂടിയും ചെറുതാണ്. ടയർ സൈസ് എന്ന് പറഞ്ഞാൽ വിത്ത് കുറച്ചുകൂടി ചെറുതാണ് കമ്പയർ ടു ബാക്കി എല്ലാ സൈസും സെയിമാണ്. സൈസ് ആക്ച്വലി സെയിമാണ്, 16 ഇഞ്ചാണ്. പക്ഷേ ഇതിൽ 215 ഇതിൽ 195 ആണെന്നാണ് അതിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട്. പിന്നെ റേഞ്ചിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാണെങ്കിൽ ബാറ്ററി ആക്ച്വലി വലുത് നെക്സോണിൻ്റെയാണ്. 5 കിലോവാട്ട് വ്യത്യാസമുണ്ട്. ഇത് 40 ഇത് 35 ആണ്. പക്ഷേ ഇതിന് വെയിറ്റ് കൂടുതലാണ്, ഇതിന് പവർ കൂടുതലാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ടയറിന് വിഡ്ത്ത് കൂടുതലാണ്. അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഈ ഡിഫറൻസ് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. 5 കിലോവാട്ട് എന്നുള്ള ഡിഫറൻസ് അത്രയ്ക്ക് കുറച്ചും കൂടി പുതിയ ടെക്നോളജീസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു എഫിഷ്യൻസിയും ചിലപ്പോൾ ചെറിയ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 2 വണ്ടി ചാർജും ചെയ്ത് ഫുഡും കഴിച്ച് ഞങ്ങൾ രാജ് റെസിഡൻസിൽ നിന്ന് ഇറങ്ങി. ഇനി വെറും 10 കിലോമീറ്റർ മാത്രം. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ കാസർഗോഡിൻ്റെ സ്വന്തം ബേക്കൽ ഫോർട്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ റോഡ് ട്രിപ്പ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബേക്കൽ ഫോർട്ടിലെത്താൻ വെറും 10 കിലോമീറ്റർ ഉള്ളൂ. അത് നമ്മൾ എൻജോയ് ചെയ്തിരിക്കുന്നു. ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് ഓൾ ദ ഫീച്ചേഴ്സ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ട്രിപ്പിൽ. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 360 ക്യാമറ, അതുപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ്, പാഡിൽ ഷിഫ്റ്റ് വെച്ച് യൂസ് ചെയ്യുന്നത്, വെന്റിലേറ്റർ സീറ്റ് എസ്പെഷ്യലി ഈ ഒരു ചൂട് കാലത്ത് യാത്ര ചെയ്യാൻ വെന്റിലേറ്റർ സീറ്റ് മസ്റ്റാണ്. ഇതുവരെ ഒരു പണി നമുക്ക് ഈ 2 വണ്ടികളും തന്നിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലായിടത്തും കൂടി നമ്മളെ എല്ലായിടത്തും കംഫർട്ടബിളായിട്ട് എത്തിച്ചു. അങ്ങനെ നമ്മുടെ ഈ ജേണിയുടെ ലാസ്റ്റ് ലെഗിയിട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പേടി ഇനി വേണ്ട, ചില കാര്യങ്ങൾ മനസ്സിലാക്കിയ EV യൂസ് ചെയ്യുന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ലേണിംഗ് കർവ് ഉണ്ട്. നമുക്ക് ചാർജർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകൾക്കും അവരുടേതായ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെന്ന് എല്ലാത്തിൻ്റെയും ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിൽ ഏതെങ്കിലും വണ്ടികൾ കറൻ്റ് ചാർജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും.
മെയിനായിട്ട് ഇതിനകത്ത് പറയുന്നത് ആപ്പും ഗൂഗിൾ പേയും അങ്ങനത്തെ പരിപാടിയൊക്കെയാണല്ലോ. ഇത് യൂസ് ചെയ്യാനായിട്ടും ഇതിൻ്റെ UI പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാനും തരത്തിലുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടെങ്കിലാണ് ഇത് ഈസിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാ വണ്ടി ഓടിക്കുന്നത് പോലെയല്ല, ചെറിയൊരു പ്ലാനിങ് മുൻകൂട്ടി ചെയ്യണം. അപ്പോൾ അതാണ് ഈ പറയുന്ന ലേണിംഗ് കർവ്. ആദ്യമായിട്ട് EV എടുക്കുന്ന ആൾക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങ് അടുത്ത് വരുമ്പോൾ കുറച്ച് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് ആക്ച്വലി നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് ഈസി ആയിട്ട് നമുക്ക് EV ഓടിച്ചുകൊണ്ട് പോകാം. EV കൊണ്ടുള്ള ഒരു റോഡ് ട്രിപ്പ് ആക്ച്വലി പോസിബിളാണ്. ഇവിടെ ഒരു താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ലെക്സോൺ ടാറ്റയ്ക്കാണ്. നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ പോലും ഉണ്ടായിട്ടില്ല ഈ ഒരു ട്രിപ്പ് നടക്കുമ്പോൾ. പക്ഷേ നമ്മളെ വിശ്വസിച്ച് ഈ വണ്ടി നമുക്ക് തന്ന ലെക്സോൺ ടാറ്റയ്ക്ക് എൻ്റെ പേഴ്സണലി നമ്മുടെ ഹാഫ് ക്ലച്ച് മീഡിയയുടെയും ഒരു പേരിൽ ഒരു നന്ദി പറയാം. ഓക്കെ ഗൈസ്, നമ്മൾ 802 കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് ഓടിച്ച് ഇവിടെയും വരെ വന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കൽ ഫോർട്ട് കാണാനായിരുന്നു. ബേക്കൽ ഫോർട്ട് വന്നപ്പോൾ എന്താ അവസ്ഥ? 5:30 ഈ സാധനം പൂട്ടിപ്പോയി. നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 6:30 പോയി. എന്ത് ചെയ്യണം? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തന്നെ അവസ്ഥ. ചായ അല്ല, ബൂസ്റ്റ്. I want boost.